ഞാൻ 5:30 ഫുഡ് കഴിച്ചോളൂ. എനിക്ക് ഇന്നലെ പനിയായി കഴിച്ചിട്ട് മൂക്കെല്ലാം അണഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്ക് മൂക്ക് വേനെടുക്കും. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ എന്റെ മൂക്കിന്റെ കാര്യം. ഇപ്പൊ എനിക്ക് മൂക്കും അടഞ്ഞിരിക്കും. ഇതൊക്കെ ചില ഇപ്പൊ എവിടെയാ? ജാലിയൻവാലാബാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ അറിയാമല്ലോ. അവിടെ കുറേ മനുഷ്യരുടെ സമ്മേളനം നടത്തുമായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ വന്നു, നമ്മുടെ എക്സിറ്റ് എല്ലാം ബ്ലോക്ക് ആക്കി. എന്നിട്ട് വെടികൊണ്ട് എല്ലാവരും മരിച്ചു. ഇത്രയും ആൾക്കാർ, ഇതിനേക്കാൾ ആൾക്കാർ മരിച്ചു. പറയൂ മേഘ. ജാലിയൻവാലാബാഗിൽ ഇന്നത്തെ എന്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ വിഷ്വൽസ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. नौजवान भारत सरकार और अन्य राष्ट्रवादी वीरता से आजादी पाने के लिए लड़े। यही है कि आज हम आजाद रहने वाला था। മനസ്സിലായോ? ഇത് മനസ്സിലായോ? മനസ്സാ ഇതാ ഈ വഴിയൊന്നുമല്ല അന്നത്തെ കാലത്ത് വഴി. പ്രിൻസ് ഹോട്ടൽ മൈന. അയ്യോ എന്റെ അമ്മേ ഓടി ഒറ്റ വേണം തുക്കും. സ്ഥലം ഇതാണ് ഗൈസ് നമ്മുടെ ജാലിയൻവാലാബാഗിലെ ആൾക്കാർ വെടി കൊണ്ട് മരിച്ച സ്ഥലം. ഇതാണ് വെടിയുണ്ട പതിച്ച സ്ഥലം. എനിക്ക് ഇനി ഫോട്ടോ എടുക്കുമ്പോൾ ഐബോൾസ് കാണാൻ പാത കയറി പോലെ എടുത്തേക്കണേ. അതൊക്കെ ഞാൻ എടുത്തതാണ്. അത് നിനക്കന്നെ.
സൗണ്ട് ഇപ്പോൾ കൊടുത്തില്ല. എടി ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ജാലിമല മൊത്തത്തിൽ കണ്ടു. കുറേ വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണാം, യൂട്യൂബിലൊക്കെ വരുന്നതായിരിക്കും, നിങ്ങളെല്ലാം കാണണം. ചിലപ്പോൾ കോപ്പിറൈറ്റ് പോകുന്നു. എടി ഇവിടുത്തെ റീൽസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഒന്നുമില്ല. ഞങ്ങൾക്ക് നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട എക്സ്പീരിയൻസ് വേണം. സോ എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തിരിച്ച് കാണിക്കില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂസ്. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് അടിപൊളിയാണ്, നല്ല നല്ല ക്ലീൻ ആൻഡ് സെക്യൂർ. അടുത്ത സ്ഥലമുണ്ട് വെടിയുണ്ട കൊണ്ടത്. നമ്മുടെ ജനറൽ ഡയറിൻ്റെ കമാൻഡ് അനുസരിച്ച് ഇവിടെ വെടിയുണ്ട മീൻസ് വെടിവെപ്പ് നടന്നു. അപ്പോൾ ഈ ഭിത്തിയിൽ 36 ബുള്ളറ്റ് മാർക്സ് ആണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റൗലറ്റ് ആക്ട്. ഓക്കെ, വെടിയുണ്ട കൊണ്ടോ നമുക്ക് പഠിക്കാനുള്ളതാണ്. എന്നതാണ് വെടിയുണ്ട കൊണ്ട സ്ഥലമാണ് 36. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ജാലിയൻവാലാബാഗിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. റൗലറ്റ് ആക്ട് അതിനെന്താ നടന്നേ? ജനറൽ ഡയർ കമാൻഡ് ചെയ്ത് അപ്പോഴേക്കും ഇവിടെ ആൾക്കാർ സമ്മേളനം നടത്തുമായിരുന്നല്ലോ. അപ്പോൾ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രിട്ടീഷുകാരെല്ലാം വന്ന് അവിടുത്തെ എക്സിറ്റ് എല്ലാം ബ്ലോക്ക് ആക്കി, അതായത് പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നിട്ട് വെടികൾ ഫയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ചിലതൊക്കെ ഭിത്തിയിൽ കൊണ്ടും ആരെ നിൽക്കാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും കുറേ പേര് കിണറ്റി ചാടി, കിണറ്റ് കാണിച്ചിട്ടുണ്ട്, കിണറ്റി ചാടി. പിന്നെ കുറേ പേര് അവിടെ തന്നെ വീണ്. അപ്പം എന്താ സംഭവം എന്ന് മീൻസ് അവിടുത്തെ ബോഡികളൊക്കെ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല. അപ്പം ആ ഒരു മൊത്തം കാര്യത്തിനെയാണ് നമ്മൾ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായി? എന്തോ ആയിട്ട് പിന്നെ പറഞ്ഞതാ എന്താന്ന് എനിക്കറിയില്ല. ബാഗോ ഏട്ടാ നോക്ക് ഗൈസ്, സ്റ്റൂപ്പാന്നാണ് ഉദ്ദേശിച്ചത്. സ്തൂപ ഇവിടെ കാണിക്കുന്ന ഒരു ഗൈസ്, നിങ്ങൾക്ക് മഞ്ഞത്താമര കാണണം. നമ്മൾ സാധാരണ പിങ്ക് താമരയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് മഞ്ഞത്താമരയാണ്. പോത്തോ നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല. നീ തീർന്നടാ, തീർന്നു. ഹായ് ഗൈസ്, ഞങ്ങളിപ്പം ആകെയല്ല അവിടെ ഒന്നും പോകേണ്ടതാട്ടോ. അവിടെ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പറഞ്ഞ കേട്ടില്ലേ. ബൈ ഗൈസ്. Tu especie no estaba en ningún libro. അയ്യോ, Tuve que curtirme para ver por dónde entrar. Es que tu cuerpo es un viaje sin destino. Que aunque busques y busques, no hay cómo llegar. ഓടുന്ന ബസിന്റെ ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പോകരുത് സൂര്യ. പക്ഷെ ഞാൻ ഈ പെണ്ണിന്റെ പുറകെ പോവും. നിന്റെ ബോഡി മൊത്തം വീക്കാ. അതിനേക്കാൾ വീക്ക്നെസ് എനിക്ക് കുട്ടി. ഞങ്ങൾ ഒഫീഷ്യലി ഹിമാചൽ പ്രദേശിൽ ആയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് മലയാളം വല്ലതും അറിയിച്ചില്ല. നിങ്ങൾക്ക് മലയാളം അറിയാമോ? മലയാളം അറിയാമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാം. ഞങ്ങൾക്കിപ്പോൾ ഹിന്ദി മാത്രമേ അറിയിച്ചുള്ളൂ. ഞാൻ മലയാളം പതിച്ച് പറയുന്നു. ഇവിടെ മഞ്ഞുമല കാണാം. മഞ്ഞുമല കാണിച്ചു തരാം. സോ എന്താണ്, ഒത്തിരി വിഷമിക്കരുത്. ഒത്തിരി മഞ്ഞ്. ഇനി എൻ്റെ മോനെ കളിയാവും.
എൻ്റെ മലയാളം എന്തൊക്കെ പോയാലും എൻ്റെ മലയാളം നിങ്ങൾക്ക് വലിയ മോശമായിട്ട് തോന്നുന്നത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് മഞ്ഞൊക്കെ കാണിക്കാം പക്ഷെ ഇച്ചിരി മഞ്ഞ മലയിൽ കുറച്ച് മഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്കി പഴമുള്ള ഞാൻ കാണിച്ചു തരാം മനസ്സിൽ കാണിച്ചു തരാം ശരിക്കും ഞങ്ങൾ കിടന്ന റൂം അടിപൊളി റൂം. Actually, guys, I was planning to stay here, like settle here forever. Like it's actually a good place. അത് എല്ലാ രാത്രി എന്ത് വെച്ചിട്ടില്ല അപ്പൊ തീവ്രവാദി കാണിച്ചു തരാം. ഞാൻ ബാക്ക് ക്യാമറ You see there? ഇത് കുറച്ച് കാണും. നമ്മൾ ആക്ച്വലി ആ മല നമ്മളിപ്പോൾ ഇപ്പൊ നമ്മൾ ധർമ്മശാലയിലാണ്. അയ്യോ എന്റെ ആദ്യം പോയി. Take that view. അത് കൊള്ളില്ല. ക്യാമറമാൻ അമ്പിയമ്മയോടൊപ്പം നമ്മൾ മയങ്ങാ മാത്യു അവള് മീശ വളരാൻ പോണു ഗേസ്. വളരെ പോകുന്നേ ഉള്ളൂ. നിനക്ക് മീശ ഉണ്ട്. നീ ശേവേണല്ലേ ഡ്രൈവർ ഭയങ്കര ഇതായിട്ട് കിടക്കും. റോഡ് ക്രോസ് ചെയ്യാൻ വലിയ കാര്യമൊന്നും. അതിന്റെ പുതിയ മാല കണ്ടോ? പുതിയ മഴ കണ്ടോ? അത് എന്റെ മാലയാ. പബ്ലിക് പ്രോപ്പർട്ടി കിടപ്പുണ്ടോ? കണ്ണാവില്ലേ ഇത്? ഹായ് ഗൈസ്. കഴിനാക്കുണ്ടെന്ന് പറയാടാ. കൊരക്കണതിനാണ് ഇടയ്ക്ക് വന്ന ഞാൻ പിന്നെ കൊരക്കാതെ ഞാൻ പിന്നെ അയ്യോടി നമ്മൾ ചത്തു. കോമഡി. നിങ്ങളെ പ്ലസ് കാണണോ ഗൈസ്? ഗായസ് ഹിമാചൽ പ്രദേശ്. അപ്പൊ ഞാൻ പുട്ടി അടിച്ചു വെച്ചേക്കുവാ. വണ്ടി പൊട്ടെടുത്തതാ ചാവ്. കൂട്ടി ഗേൾസ് എങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ബ്ലഷ് മൈക്രൂഫ് ആയതുകൊണ്ടായി ഇങ്ങനെ ഇരിക്കണം. അതിൽ തേച്ച് കളിച്ചത് അടുത്ത വണ്ടി ശ്രദ്ധിക്ക്. അടുത്ത വണ്ടി വരുമ്പോൾ ഇൻവിജിലേറ്റർ ആണ് ഞാൻ. അടുത്ത വണ്ടി വരുമ്പോ വേഗം വണ്ടി നീ വിളിച്ചോ. ഞങ്ങൾ എപ്പോഴും ക്യാമറ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെച്ചിങ്ങോട്ടിരുന്നു. Doing the things that I never would know. Treat me like what is. Don't get me dirty. The things that I never would know. Treat me like what is. ഇവിടുത്തെ ഐസ്ക്രീം എന്ന് അറിയുമ്പോൾ
ഫോട്ടോ ഒക്കെ ഉണ്ടാവുന്നേ. ഐസ്ക്രീം വണ്ടിയുടെ അവിടെ ചേച്ചി, ഐസ്ക്രീം വണ്ടിയുടെ താഴെ ഫോട്ടോ ഉള്ള ആടെ നോക്കി. അയാള് തന്നെ അല്ലേ? അല്ലല്ല അല്ല, അതിന് തടി ചിക്കന്മാരെ പെണ്ണുങ്ങളെ വെറുതെ വീഡിയോ എടുത്ത് കളയല്ലോ, ഇല്ലാത്ത കാര്യം സംസാരിക്കും. രാത്രി സംസാരിച്ചു. ഞാൻ മാത്രമാണോ സംസാരിക്കും? ഞങ്ങൾ സംസാരിച്ചു. കരയാന്ന് രാത്രി. ഉണ്ണിയപ്പത്തിന്റെ തല പോലിരിക്കുന്നവൻ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടോ. പായതൊക്കെ വിളിക്കാൻ പാടില്ല. എന്താണ് ഇറങ്ങി വിടും. അപ്പൊ അവനോക്കിയടി മനുഷ്യരെ വിട കണ്ണിരിക്കണോ അതിന്റെ. അയ്യ കൊള്ളില്ല, കൊള്ളില്ല, സത്യം പറയാലോ. ഇതല്ലേ കുട്ടൂസ്. നമ്മളിപ്പം എങ്ങോട്ടാടി പോണേ? നമ്മളൊന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തേനെ. അയ്യോ അതിന്റെ ഇടയിൽ ഞാനും നമ്മളിന്ന് കുളുവിലെത്തി. നമ്മളെ കുളുവിലെത്തിയ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എവിടെയാ പോകുന്ന അറിയത്തില്ല. ഡ്രൈവർ ചേട്ടൻ എങ്ങോട്ടാണ് കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. നല്ല രസം, നല്ല തണുത്ത് വിറച്ചിരിക്കുന്നത് രാവിലെ ഒക്കെ. പിന്നെ പാരഷൂട്ട് ഗ്ലൈഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല ചൂടാണ്, പക്ഷെ രാവിലെ ഭയങ്കര തണുപ്പായിരിക്കും. കോട്ട് പോലും ഇല്ലേ, ചതഞ്ഞിരിക്കുന്നു. ലിയ എന്തേലും പറ. ലിയോട് എന്തേലും പറയുമ്പോ ഞാൻ കോട്ട് മാറ്റി. നല്ല ചൂടാണ് ഇവിടെ. ഞങ്ങൾ അമ്പലത്തിൽ കയറി. മുറ്റത്ത് പിന്നെ അമ്പലത്തിലല്ലേ പോയത്. വീഡിയോ ചേച്ചി ബുദ്ധമതാസ്ത്രീയായി. ഇത് മര്യാദ കാണൂല. Suppress my feelings 'cause
ഹലോ ഗായ്സ്. എന്റെ അടുത്ത് ഇരുന്നതിനില്ല അയാൾ കിടന്ന് മുഖം പറിച്ചിരിക്കും. എന്നാ ഞാനിവിടെ ഇല്ലാത്ത പോലെ പെരുമാറുന്നത് എന്നോട്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ ഒരു വാട്ടർഫോൾസിലാണ്. ഒരു പറ്റിപ്പ പൈപ്പിൽ നിന്നാ വെള്ളം വരുന്നത്. പൈപ്പ് തന്നെയായിരുന്നല്ലേ? അത് വേറെ എന്തോ ആണ്, ഞാൻ കണ്ടായിരുന്നത്.